പോട്ട ബാങ്ക് മോഷണ കേസിലെ പ്രതി പിടിയിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. പിടിയിലായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ്. പ്രതി മലയാളി തന്നെയാണ്, പ്രതി പിടിയിലാണ് എന്നൊരു വിവരം ഇപ്പോൾ വരുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി പോലീസിനായിട്ട് വട്ടം കറക്കുകയായിരുന്നു. 47 ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിട്ടും 5 ലക്ഷം രൂപ മാത്രം എടുത്ത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ മറുപടിയാവേണ്ടതുണ്ട്. അല്പസമയത്തിനകം സൂരജ് സജിയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ കൂടുതൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിൽ. ആ പ്രതി മലയാളിയാണ്. മാത്രമല്ല ഇയാൾ ആ കൗണ്ടറിൽ പോയി ഹിന്ദി പറഞ്ഞു എന്നാണ് പറഞ്ഞപ്പോൾ ഇനി ഇയാൾ മലയാളിയല്ല, ഇനി പുറം ഉത്തരേന്ത്യക്കാരൻ വല്ലതും ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ സമർത്ഥമായി പോലീസിനെ വെട്ടിച്ച് കടന്ന് പ്രതിയെ നമ്മൾ കണ്ടു. പോലീസിനെ വഴിതെറ്റിക്കാൻ ബൈക്ക് പല വഴിക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പല CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ആ ഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിലായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കയ്യിലൊരു ചെറിയ കത്തിയുമായി ബാങ്കിലേക്ക് നട്ടുച്ച നേരത്ത് കയറി ചെന്ന്, അല്ലെങ്കിൽ പട്ടാപ്പകൽ വെളിച്ചത്തിൽ കയറി ചെന്ന്, അവിടെ പുരുഷ ജീവനക്കാരൊക്കെ ഉണ്ട്, 6ഓളം പുരുഷ ജീവനക്കാർ ഉണ്ട് എന്നിരിക്കെ അവരെയൊക്കെ പേടിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ കൗണ്ടറിലെ 47 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അയാൾ വളരെ 3 മിനിറ്റ് കൊണ്ടാണ് അയാൾ വരുന്നു, അവിടെ പേടിപ്പിക്കുന്നു, കൗണ്ടറിലേക്ക് പോകുന്നു. കൗണ്ടറിൽ 47 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ നടുക്കുന്ന 2-3 നോട്ടുകൾ എടുക്കുന്നു, ബാഗിൽ നിറയ്ക്കുന്നു, വളരെ പെട്ടെന്ന് പോകുന്നു. എല്ലാം 3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ കുറിച്ച് നന്നായി അറിവുള്ള ആളാകും ഈ പ്രതി എന്ന ചില സൂചന ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രതി ആരാണ്, ഈ പറയുന്ന രീതിയിൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനി സുപ്രധാന മറുപടി വരാനിരിക്കുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഏറ്റവും നിർണായകമായ വിവരമാണ്, പ്രതി മലയാളി തന്നെയാണ്. എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? ആരാണ് അയാൾ? സൂരജ്. അഷ്മി, ഈ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് പ്രതി പിടിയിലായിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പ്രത്യേക അന്വേഷണ സംഘം അടക്കം രൂപീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 36 മണിക്കൂർ നീണ്ട അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇന്ന് തന്നെ പോലീസിന് ചില നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർണായക വിവരങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രതി തദ്ദേശീയനാണ്, അതായത് മലയാളിയാണ്, തദ്ദേശീയനാണ്, ചാലക്കുടിയുമായി അടുത്ത് പരിചയമുള്ള ആളാണ് എന്ന വിവരം കൃത്യമായി പോലീസിനുണ്ടായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.